ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ലൈവ് സ്ട്രീമിംഗ് അവസാനിച്ചു. ഇന്നത്തെ എപ്പിസോഡിൽ ഇങ്ങനെ കാര്യമായിട്ടൊന്നും പറയാനുണ്ടായിരുന്നില്ല. നമ്മുടെ കണ്ടസ്റ്റൻസ് ഒക്കെ മിറർ നോക്കി സംസാരിച്ച കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നാളത്തേക്കുള്ള ഒരുക്കങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ 1 day to echo എന്ന് എഴുതിയിരിക്കുന്ന ആ ബോർഡിന്റെ പിറകില് നമ്മുടെ പുലിക്കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ടോപ്പ് 5ലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ അനിമോൾ, ഷാനവാസ്, അനീഷ്, അക്ബർ, നെവിൻ. ഇവരെല്ലാം സത്യം പറഞ്ഞാൽ പരിപൂർണമായിട്ടും വിന്നറാകേണ്ടവർ തന്നെയാണ്. പക്ഷേ അതിന് സാധ്യമല്ലല്ലോ. അത്രമാത്രം ഈ ഒരു സീസണിന്റെ തുടക്കം മുതൽ തന്നെ ഇന്നലെ വരെ പോസിറ്റീവായും നെഗറ്റീവായിട്ടും ഒരുപാട് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കി. ചില സമയങ്ങളിൽ ഒരാൾ തളരുമ്പോഴും മറ്റൊരാൾ ചെന്നിട്ട് മെന്റൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഗെയിമിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന കണ്ടസ്റ്റൻസ് തന്നെയാണ് എല്ലാവരും. ചില സമയങ്ങളിൽ കണ്ടു നിൽക്കുന്നവരുടെ നെഞ്ചിലേക്ക് തറക്കുന്ന പ്രവൃത്തികൾ പോലും ഇവിടെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ മുന്നോട്ട് പോയ ഇവർ തന്നെയാണ് ഇപ്പോൾ ടോപ്പ് 5ലേക്കും എത്തിയിരിക്കുന്നത്. അതുപോലെ പറ്റിയ തെറ്റുകൾ ഏറ്റു പറഞ്ഞിട്ടും ചില സമയങ്ങളിൽ കെയർ ചെയ്തു നിന്നവർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സീസണിൽ കാണാൻ സാധിച്ചു. പ്രത്യേകിച്ച് ഇവർ 5 പേർ, 5 അല്ല ശരിക്കും 6 പേർ എന്നാണ് പറയേണ്ടത്, നമ്മുടെ നൂറയടക്കം. പക്ഷേ നിർഭാഗ്യവശാൽ നൂറയ്ക്ക് പുറത്തു പോകേണ്ടി വന്നു. നിലവിൽ ഇപ്പോൾ 5 പേർ മാത്രമാണ്. ഇവർ ആര് വിജയിച്ചെങ്കിലും സന്തോഷം, ജയിക്കേണ്ടവർ തന്നെയാണ് ഇവർ. ഈ ഒരു ഷോ അവസാനിക്കുന്നതോടൊപ്പം തന്നെ ഇതിലെ ഓരോ കണ്ടസ്റ്റൻസിനെ കുറിച്ചും ഞാൻ പറഞ്ഞിരിക്കുന്ന വിമർശനങ്ങളും അതുപോലെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതും എല്ലാം ഇവിടെ അവസാനിക്കുന്നു. ബിഗ് ബോസ് സീസണിലേക്ക് വരുന്ന ഓരോ കണ്ടസ്റ്റൻസും ഇതിനകത്ത് ഉള്ളതുപോലെയുള്ള വ്യക്തികളല്ല പുറത്തുനിന്ന് നല്ല ബോധ്യം എനിക്കുണ്ട്. ഇവിടെ സർവൈവ് ചെയ്തു നിന്ന് പൊരുതി നേടാനായിട്ട് വന്നവരാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ വാക്കുകൾ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ക്ഷമിക്കണം. എല്ലാം ഈ ഒരു ഗെയിമിന്റെ ഭാഗമാണ്. ബിഗ് ബോസ് ഷോ ഇതിനു മുൻപൊക്കെ കണ്ടിട്ടുണ്ട് എങ്കിലും ആദ്യമായിട്ടാണ് ഒരു ഷോയെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായം പറയാനായിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ആരെയെങ്കിലും വേദനിപ്പിച്ചു എങ്കിൽ ഞാൻ തീർച്ചയായും ക്ഷമ ചോദിക്കുന്നു. ബിഗ് ബോസ് സീസൺ 7ൽ ടോപ്പ് 5ൽ എത്തിയിരിക്കുന്ന എന്റെ എല്ലാ മത്സരാർത്ഥികൾക്കും വിജയാശംസകൾ. ഇതിൽ ആര് വിന്നറായിട്ട് വന്നു കഴിഞ്ഞാലും സന്തോഷം. അതോടൊപ്പം ചെറിയൊരു വിഷമം, നമ്മുടെ ഈ ഷോ അവസാനിക്കല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്തോ പെട്ടെന്ന് തീർന്നതുപോലെ തോന്നിപ്പോയി. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ അടുത്തൊരു ബിഗ് ബോസ് സീസണിനായിട്ട്.